Interio ലാബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾ ലിവിംഗ് ഏരിയയിൽ ഞങ്ങളുടെ ഒരു സൈറ്റിൽ ഞങ്ങളൊരു ലിവിംഗ് ഏരിയയിൽ ഞങ്ങൾ വെച്ച ഒരു ഫോട്ടോയാണ്, ഒരു ഇമേജാണ്. ഇതൊരു അബ്സ്ട്രാക്റ്റ് പാറ്റേണിൽ വരുന്നൊരു ഡിസൈനാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ ഈ ഇൻറ്റീരിയർ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഇതുപോലെ വരുന്ന സോഫ്റ്റ് ഫർണിഷിങ് ഐറ്റംസ്. ഈ സോഫ്റ്റ് ഫർണിഷിങ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കാർപ്പൻട്രി വർക്ക് അല്ലെങ്കിൽ ജിപ്സം സീലിംഗ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത് അപ്പോൾ അത് എത്ര വൃത്തിയായിട്ട് ചെയ്തെന്ന് പറഞ്ഞാലും എത്ര നന്നായിട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ഇതിനകത്ത് വെക്കുന്ന ഇതുപോലെ ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മൾ വയ്ക്കുന്ന ചെറിയ ക്യൂരിയോസ്, അതുപോലെ ഇതുപോലെ വയ്ക്കുന്ന ഇമേജസ്, അതുപോലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റീരിയേഴ്സിന് കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു ചെറുതല്ല, ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അപ്പം അതുപോലെ ഞങ്ങൾ സാറുമായിട്ട് കുറേ അധികം നമ്മൾ നോക്കി സെലക്ട് ചെയ്ത ഒരു ഇമേജാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നൊരു ഇമേജാണ്. അപ്പം ഞങ്ങളത് ലിവിങ് ഏരിയയിൽ ഞങ്ങളിത് പ്ലേസ് ചെയ്തു. ഇത് ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇൻറ്റീരിയറൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴേ ഇതുപോലുള്ള ചെറിയ ചെറിയ ഫോട്ടോസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇൻറ്റീരിയേഴ്സിലും ഫോട്ടോസും കാര്യങ്ങളും മാത്രമല്ല, ഞാൻ ഈ സോഫ്റ്റ് ഫർണിഷിംഗ് ഉപയോഗിക്കുന്ന ടോട്ടലായിട്ടുള്ള ഇപ്പം കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഇൻറ്റീരിയറിലും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോകളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം.